നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്താണെന്നറിയോ? വ്യായാമത്തെ പറ്റി പറയുക. പറഞ്ഞാലും തീരില്ല. കാരണം അത്രമാത്രം നമുക്ക് വ്യായാമം കൊണ്ട് ഗുണങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. വ്യായാമം എന്ന് വെച്ചാൽ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ പേശികൾക്കൊക്കെ ശോഷണം സംഭവിക്കും അല്ലേ? ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ പേശികൾ ദുർബലമാകാൻ തുടങ്ങും. അപ്പൊ അതിനെ ശക്തിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പേശികൾക്ക് നമ്മൾ ശക്തി കൊടുക്കാൻ ഏറ്റവും ഉപയോഗം ചെറിയ ഡംബിൾസ് ഒക്കെ ഉപയോഗിച്ച് ഇതുപോലുള്ള ഡംബിൾസ് ഉപയോഗിച്ച് നമ്മൾ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കുറച്ച് ആദ്യം ഒരു 10 തവണയൊക്കെ മതി. 10 പിന്നെ 20 ആക്കുക. അങ്ങനെ ശരീരത്തിലെ പേശികളെ ശക്തിപ്പെടുത്തുക. ദുർബലമാകുന്ന പേശികളെ ശക്തിപ്പെടുത്തിയാൽ ഡംബൽസ്. ഇത് 300 രൂപയെ വരൂ. 300 രൂപ ചെലവാക്കിയാൽ എന്താ? നമുക്ക് പിന്നെ ഡോക്ടറെ കാണണ്ട. ഒരു ഡോക്ടർ ഫീസിന് 500 അല്ലേ? അപ്പൊ ഡോക്ടറെ കാണണ്ട, മരുന്ന് കഴിക്കണ്ട അല്ലേ? നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങൾ, പ്രോട്ടീൻസ് അടങ്ങിയ, കാർബോ കുറച്ചിട്ട് ചോറൊക്കെ കുറച്ച് നല്ല പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുക. മുട്ട, പിന്നെ വെജിറ്റേറിയൻ ആണെങ്കിൽ ചെറുപയർ, കടല, പയറുവർഗ്ഗങ്ങൾക്ക് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. ചിക്കൻ ബ്രസ്റ്റ്, ചിക്കനിലുണ്ട് ഒരുപാട് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡുകൾ നമ്മൾ കഴിക്കണം. അങ്ങനെ നമുക്ക് മസിലുകൾക്ക് ശക്തി കൊടുക്കാൻ പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡുകളാണ് അത്യാവശ്യം. കാർബോഹൈഡ്രേറ്റിനൊക്കെ അറിയാം, കൊഴുപ്പുണ്ടാക്കുകയും നമുക്ക് ഷുഗറൊക്കെ വരാൻ കൂടുതൽ സാധ്യത കാർബോ അടങ്ങിയ ഫുഡുകളാണ്. അപ്പം നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കുക. നല്ല വ്യായാമങ്ങൾ, ഒരു അരമണിക്കൂറെങ്കിലും കാലുകൾക്ക് ശക്തി കൊടുക്കാൻ നടക്കുക. കൊച്ചു കൊച്ചു കാലുകൾക്ക് വേണ്ട വ്യായാമങ്ങൾ ഒരുപാടുണ്ട് അല്ലേ? പിന്നെ അതുപോലെ കാലുകൾക്ക് ശക്തി കൊടുക്കാൻ നടക്കുകയും പേശികൾക്ക് ശക്തി കൊടുക്കുകയാണ് പ്രധാനം. കാലുകളുടെയും കൈകളുടെയും പേശികൾക്ക് ശക്തി കൊടുത്താൽ തന്നെ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. നമ്മൾ വേണ്ടത് അതാണ്. വ്യായാമം ചെയ്യണം. വ്യായാമം നിർബന്ധമാണ്. വ്യായാമം ഒഴിവാക്കരുത്. അത് നിർബന്ധമാണ്. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും, പ്രിയപ്പെട്ടവരും വ്യായാമം മുടക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. വ്യായാമം ഒരാഴ്ചയിൽ ഒരു 5 ദിവസങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഒരു അരമണിക്കൂർ അല്ലേ? റെസ്റ്റും വേണം. ഈ ഡംബിൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. റെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം ചെയ്യാം. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഡംബിൾസ് ഉപയോഗിച്ച് വ്യായാമം ചെയ്യാം. റെസ്റ്റ് വളരെ പ്രധാനമാണ്. ഡംബിൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ, പേശികൾ വ്യായാമം ചെയ്യുമ്പോൾ അത് റിക്കവർ ചെയ്യാൻ നമ്മൾ റെസ്റ്റ് കൊടുക്കണം പേശികൾക്ക്. അങ്ങനെ നമുക്ക് കരുത്തരാവണം അല്ലേ? കരുത്തരായെങ്കിൽ മാത്രമേ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളേ ഉള്ളൂ അല്ലേ? നമ്മുടെ ആരോഗ്യം പോയാൽ നമ്മൾ പോയി. അപ്പൊ ആരോഗ്യം സംരക്ഷിക്കുക. ഇപ്പം വീട്ടുകാരും അത് സ്വന്തം ഭാര്യയായാലും മക്കളായാലും 2-3 ദിവസം ഒരാഴ്ചയൊക്കെ നോക്കിന്ന് വരും. പിന്നെ അവർക്കും മടുക്കും. അപ്പൊ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുക തന്നെയാണ് പ്രധാനം. ആരെയും വെറുപ്പിക്കാതെ അല്ലേ? സന്തോഷത്തോടെ ഉള്ള കാലം സന്തോഷത്തോടെ കഴിയുക. ഓക്കെ, താങ്ക് യു.